ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്കിംഗ്സ് അവൈലബിൾ ആണ്. എന്നെ മെസ്സേജ് ചെയ്യുക. ഇല്ല വെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. എൻ്റെ കൂടെ പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞ മാതിരി സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പറും ആവാം. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് ചാനലിൽ, അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് മെമ്പർ ആവുക. മെമ്പർ ആയാൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഉടനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. മറ്റവർക്ക് അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ശരിയായി ഡേറ്റ് ആവുമ്പോഴേ അവർക്ക് അത് ആക്സസ് കിട്ടുള്ളൂ. അതല്ലാണ്ട് ബോണസ് റീഡിങ്സും ഉണ്ട്, അതും മെമ്പേഴ്സിന് മാത്രമാണ്. അപ്പോൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ്, അതൊക്കെ അവിടെ നോക്കാം. അപ്പോൾ അവിടെ പോയി നോക്കാം എന്താണ് നിങ്ങളുടെ മെസ്സേജ്. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ടോറസിൻ്റെ ഓവറോൾ എനർജി 6 of Wands. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി ടെമ്പറൻസ്. നിങ്ങളുടെ മ്യൂച്വൽ കറണ്ട് എനർജി എന്താണ്, കറണ്ട് സിറ്റുവേഷൻ ഏസ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാച്ചാൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ പറഞ്ഞാൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലാച്ചാൽ ഇവിടെ ഒരു പുതിയ ഒരു ബിഗിനിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുറേ പാഷൻ ഉണ്ട് ഇവിടെ. 6 of Wands നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഒരു കുറെ സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അറിയാം ഈ റിലേഷൻഷിപ്പിൽ കുറെ നിങ്ങൾ ഹാപ്പി ആവുമെന്ന്. ഈ പേഴ്സൻ്റെ എനർജി ടെമ്പറൻസ് ആണ്, സാജിറ്റേറിയസ് എനർജി. ഈ പേഴ്സൺ കുറെ ഒരു ബാലൻസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, കുറെ ഒരു മെച്ചോർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവർ ഈ സമയത്ത് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ എനർജി ഹീലിംഗിന്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടാച്ചാൽ ഇവിടെ ഒരു ബാലൻസ് ഉണ്ട്, ഹീലിംഗ് ഉണ്ട്. അപ്പോൾ 6 of Wands എന്താണ് നിങ്ങളുടെ എനർജി? Ace of Swords. ഈ പേഴ്സന്റെ എനർജി ടെമ്പറൻസ് എന്തുകൊണ്ടാണ്? ആൻഡ് Ace of Wands ഇവിടെ എന്താണ്? സോറി. അപ്പോൾ ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാൾക്കും ഈ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ആൻഡ് നിങ്ങൾ രണ്ടാളും പ്രേ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യുന്നു. ആൻഡ് യൂണിവേഴ്സ് ആ പ്രെയർ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ പേഴ്സന്റെ എനർജിയിൽ 5 of Cups കൂടി ഉണ്ട്. അപ്പോൾ 5 of Cups ഒരു റിഗ്രറ്റിന്റെ എനർജിയാണ് പാസ്റ്റിനെ കുറിച്ച്. അപ്പോൾ മുമ്പേ മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, നിങ്ങൾക്ക് ഈ പേഴ്സണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, പക്ഷെ എന്തോ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. അപ്പൊ അതിനെ കുറിച്ച് അവർക്ക് കുറെ റിഗ്രറ്റ് ഉണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും പാസ്റ്റിൽ ഉണ്ടായിച്ചാൽ പ്രോബ്ലംസ് ഉണ്ടായിച്ചാൽ അതിനെ കുറിച്ച് അവർക്ക് കുറെ റിഗ്രറ്റ് ഉണ്ട്. നിങ്ങൾ കുറെ ക്ലാരിറ്റിയുടെ കൂടെയാണ് ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് നിങ്ങൾക്ക് പോകേണ്ടത്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ബ്രേക്ക് ത്രൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടാളും നോ കോണ്ടാക്റ്റിലാണ് വെച്ചാൽ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും, ഒരു ഫോൺ കോളിൽ വെച്ചാൽ മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ എന്താണ് പാസ്റ്റിലുണ്ടായ ഈ സിറ്റുവേഷൻ്റെ പാസ്റ്റ് എന്തായിരുന്നു? പാസ്റ്റിൽ ഈ റിലേഷൻഷിപ്പ് കുറെ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു, ഒരു സ്റ്റേബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കുറെ ഹിഡൻ ഫീലിങ്സും ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു പേഴ്സൺ കുറെ പറഞ്ഞാൽ അവർ ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ടായില്ല അവരുടെ ഫീലിങ്സ് ഒക്കെ. മറ്റേ പേഴ്സൺ കുറെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറെ ഫ്ലേർട്ടിങ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഷുവറിറ്റി ഉണ്ടായില്ല. നിങ്ങൾക്ക് അറിയണ്ടായില്ല എന്താ വേണ്ടേന്ന്. നിങ്ങൾ മേ ബി ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക, പക്ഷെ ഒരു പേഴ്സൺ ഓൾറെഡി ഇവിടെ കുറെ ഡീപ്ലി അറ്റാച്ച്ഡ് ആയിരുന്നു. നിങ്ങളല്ലാച്ചാൽ ഇത് നിങ്ങളുടെ പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്?
നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഇവിടെ വേണം, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനും ആവാം. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഡീപ്പ് ലവ് ഉണ്ട്. കിങ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ഒരു ഡിവൈൻ മാച്ച് ആണ്. അപ്പൊ നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഡിവൈൻ മാച്ച് ആയിട്ടാണ് കാണുന്നത്. കുറെ സീരിയസ് ആണ് നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച്. ഈ പേഴ്സണിന്റെ കറന്റ് ഫീലിങ്സ്, ക്വീൻ ഓഫ് വാൻസ്, ഈ പേഴ്സൺ ഒരു ഫയർ സൈൻ ആണ് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ പറഞ്ഞാൽ അവർ കുറെ പാഷനറ്റ് ആണ്, അവർ കുറെ കോൺഫിഡൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പക്ഷെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചൊരു എപ്പോഴും ഒരു സംശയമാണ്, എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് ഒരു എനർജി. ഓക്കെ, അപ്പോൾ 2 ഓഫ് സോഡ്സ് ഇവിടെ ഒരു കൺഫ്യൂഷന്റെ എനർജിയാണ്. അവർ പക്ഷെ അത് കാണിക്കാറില്ല. അവരെ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് അവർ ഇങ്ങനെ ഒരു ഡെസിഷൻ അവരുടെ മനസ്സിലുണ്ട് എന്ന്. അവർ പോർട്രേറ്റ് ചെയ്യണത് എപ്പോഴും ഒരു കോൺഫിഡൻറ്റ് ബിഹേവിയർ ആണ്. പക്ഷെ അവർ ആക്ച്വലി മനസ്സിൽ അവർക്ക് ഈ ഒരു ഡിസിഷൻ ആണ്, അവർക്ക് ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടേ ഒരു അൺഷുവർ എനർജിയാണ്. അപ്പൊ അവർ അവരുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണെന്ന് അവർ അതിന്റെ വോയിസ് ഫോളോ ചെയ്യാനാണ് അവർ നോക്കണത്. അപ്പൊ ഇവിടെ എന്താണ് ഫ്യൂച്ചറിൽ ഈ സിറ്റുവേഷനിൽ എന്താ ഉണ്ടാവുക? അപ്പൊ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും ലവില്. ഒരു റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. 3 ഓഫ് സോഡ്സും ഉണ്ട് ഇവിടെ. ഹാർട്ട് ബ്രേക്ക്, 2 ഓഫ് വാൻസ്, 3 ഓഫ് പെന്റിക്കിൾസ്. ഇവിടെ ഒരു കാര്യം മാത്രം സൂക്ഷിക്കേണ്ട എന്താ വെച്ചാ, ഇവിടെ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഈതർ നിങ്ങൾക്ക് ഈ പേഴ്സണോട് തുറന്ന് പറയേണ്ട ആവശ്യമുണ്ട്, ഇല്ല വെച്ചാൽ ഈ പേഴ്സണ് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. മേ ബി ഒരു പേഴ്സൺ, നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ ഓൾറെഡി ഈ റിലേഷൻഷിപ്പ് മറ്റേ പേഴ്സൺ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആക്ഷൻ ആരും എടുക്കാത്തത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് ആണ്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ കുറെ പൊട്ടൻഷ്യലും ഉണ്ട്. പക്ഷെ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കില്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയി പോവും. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും കുറെ കംപ്ലേസന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ തീരുമാനിക്കണ വെച്ചാൽ വേഗം തീരുമാനിച്ച് ആക്ഷൻ എടുക്കുക. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ ഉണ്ടാവുക? നിങ്ങളും അത്ര 4 ഓഫ് പെന്റിക്കിൾസ് അത്ര ഓപ്പൺ അപ്പ് ആവുന്നില്ല. ഓൾദോ നിങ്ങൾക്ക് കുറെ പാഷൻ ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, പക്ഷെ നിങ്ങൾ അത് കാണിക്കുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. ഈ പേഴ്സണിന്റെ ആക്ഷൻ എന്തായിരിക്കും? ഈ പേഴ്സണും കുറെ കോൺഫ്ലിക്റ്റഡ് ആണ്, അവരും ഷുവർ അല്ല, അവർക്കും നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞ മാതിരി ആക്ഷൻ വേണം. ആക്ഷൻ ഇല്ല വെച്ചാൽ ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആവും. അപ്പോ ആരാണ് ഇവിടെ ആക്ഷൻ എടുക്കാൻ പോണേ, നിങ്ങളോ ഈ പേഴ്സണോ? രണ്ടാളും അൺഷുവർ ആണ്. മേ ബി നിങ്ങൾ രണ്ടാൾക്കും വേണിച്ച ആക്ഷൻ എടുക്കാം, അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ഷൻ ആണ് ഇവിടെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ ഉണ്ട് അത് ഈ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണം എന്ന് അങ്ങനെ ഒരു മനസ്സിലുണ്ടെച്ചാൽ പ്ലീസ് ആക്ഷൻ എടുക്കുക. ഇല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആവും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ്? ടോറസ്, deception, someone is wearing a false self mask in this relationship. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഈ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാത്തതുകൊണ്ട് ഇതൊരു ഡിസെപ്ഷൻ മാതിരിയാണ് യൂണിവേഴ്സ് പറയണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ വേറെ എന്തോ ആണ്, നിങ്ങൾക്ക് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണിക്കണത് വേറെ എന്തോ ആണ്. ഓക്കെ, അപ്പോൾ അത് യൂണിവേഴ്സ് പറയണത് കീപ് ആൻ ഓപ്പൺ മൈൻഡ്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ ആൻഡ് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ തുറന്ന് സംസാരിക്കണം, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം, നാലേ ഇത് മുമ്പോട്ട് പോലൂ. അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഷുവർ ആണ് വെച്ചാൽ പ്ലീസ് ഗോ അഹെഡ്, ഇവിടെ ആക്ഷൻ എടുക്കുക, അവരോട് പറയുക നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന്. അപ്പോൾ ടോറസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു. റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പ്രൈവറ്റായി ബുക്കിംഗ് ചെയ്യണം വെച്ചാൽ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.